കുംഭമേളയിലേക്ക് പോകേണ്ട ദിനമായ ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് റെഡിയായി. കുംഭമേള കഴിഞ്ഞ് വരുന്ന ജനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുന്നു. നമ്മുടെ ടുക് ടുക് ചേട്ടൻ പറഞ്ഞ സമയത്തിന് തന്നെ എത്തുകയും നേരെ കുംഭമേള നഗരിയിലേക്ക്. ഞങ്ങളുടെ കമ്പനിയിലെ അപ്പോളോ ടയേഴ്സിലെ BMC യൂണിയനിലെ വിനോദിനോട് കുംഭമേളയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ആർമി കണക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ കമ്പനിയിലെ ശ്രീകുമാർ സാർ വഴി ഒരു ആർമി കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹത്തെ പോയി കാണുക എന്നതാണ് ഇന്നത്തെ ആദ്യ ലക്ഷ്യം. ടുക് ടുക് ചേട്ടൻ ഒരു പാലത്തിൻ്റെ സമീപത്ത് ഞങ്ങൾ ഇറക്കി. അവിടെ നിന്നും 2 ബൈക്കുകൾ വഴി ഞങ്ങൾ സെക്ടർ 5-ലുള്ള ഹനുമാൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ബൈക്കുകാരൻ ഞങ്ങളെ നേരെ സെക്ടർ 5-ൽ കൊണ്ടുവന്നിറക്കി. അപ്പോൾ സെക്ടർ 5-ൽ ചെന്നിട്ട് ഹനുമാൻ ടെമ്പിൾ അന്വേഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. സെക്ടർ 5 എന്നത് കുംഭമേള നഗരി ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഇതൊരു ഡിസ്ട്രിക്റ്റാണ്. ഇതിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെക്ടർ 5-ൽ തന്നെ 5-6 ബെയിലി പാലങ്ങളുണ്ട്. അതിൽ 4 ആളുകൾക്ക് അകത്തേക്ക് വരുവാനുള്ളതാണെങ്കിൽ 2 പുറത്തേക്ക് പോകാനുള്ളതാണ്. എവിടെയും ആളുകൾ നേർക്ക് നേരെ വരുന്നില്ല. കാലത്ത് തന്നെ ക്ലീനിങ് വർക്കുകൾ ഒരു സൈഡിൽ തുടങ്ങിയിരിക്കുന്നു. മാലക്കാരൊക്കെ ഒരു സൈഡിൽ സെറ്റാവുന്നു. കുളിക്കാനുള്ള ആളുകളൊക്കെ ധൃതിയിൽ പുഴത്തീരത്തേക്ക് പോകുന്നു. അങ്ങനെ കാലത്തെ തിരക്കിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളവിടെ ഈ ഹനുമാൻ ടെമ്പിൾ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഹനുമാൻ ടെമ്പിൾ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ഒരു പോലീസുകാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ഹനുമാൻ ടെമ്പിൾ കാണണമെങ്കിൽ നിങ്ങൾ തിരിച്ച് വന്ന വഴിയെല്ലാം തിരിച്ച് നടന്ന് ഈ സെക്ടറിൻ്റെ പുറത്തെത്തി ഒരു 2 കിലോമീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാലാണ് ഈ ഹനുമാൻ ടെമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ആ ദുഃഖസത്യം മനസ്സിലാക്കി തിരിച്ചു പോകാനുള്ള വഴിയിലൂടെ ഞങ്ങൾ നേരെ പുറത്തേക്ക്